ഗൈസ്, കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഴ്സാണ് BSc നഴ്സിംഗ്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും, അതേപോലെ തന്നെ വിദേശത്തടക്കം നല്ല ശമ്പളത്തോടുകൂടെ നമുക്ക് ജോലി ചെയ്യാൻ ഒക്കെയുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് BSc നഴ്സിംഗിൻ്റെ കോളേജുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക, ഏതൊക്കെ എക്സാമുകളാണ് അതിനുള്ളത്, അതേപോലെ നീറ്റ് സ്കോർ വഴി നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 രീതിയിൽ നമുക്ക് BSc നഴ്സിംഗ് കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ വഴി നമുക്ക് ചില കോളേജുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് കേരളത്തിൽ തന്നെയുള്ള ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജുകളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യം നീറ്റ് സ്കോർ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജുകൾ നമുക്ക് നോക്കാം. നീറ്റ് സ്കോർ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജിപ്മറിലേക്കും അതേപോലെ തന്നെ 8 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് കോളേജസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജിപ്മറിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം jipmar.edu.in എന്നുള്ള സൈറ്റിലേക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ബാക്കി നേരത്തെ പറഞ്ഞ 8 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ നഴ്സിംഗ് കോളേജസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് mcc.ac.in എന്നുള്ള സൈറ്റിലേക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ വന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് ഇന്ത്യയിലെ മറ്റ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എങ്ങനെയാണ് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എയിംസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. എയിംസിലേക്കുള്ള എൻട്രൻസ് എക്സാം ജൂൺ 4-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 22-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് CMC വെല്ലൂരാണ്. ഇവിടുത്തെ എൻട്രൻസ് എക്സാം മെയ് 12-ാം തീയതിയാണ് നടക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് നിംഹാൻസ് ബാംഗ്ലൂർ ആണ്. ഏപ്രിൽ 29, 30 തീയതികളായിട്ടാണ് ഇവിടുത്തെ എൻട്രൻസ് എക്സാം നടക്കുന്നത്. മാർച്ച് 23 വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പിജിപ്മർ ആണ്. ഇവിടത്തേക്കുള്ള എൻട്രൻസ് എക്സാം സാധാരണ ജൂലൈ മാസങ്ങളിലാണ് നടക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും ആരംഭിച്ചിട്ടില്ല. മെയ് അവസാനത്തോടെയായിരിക്കും നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുക. ഇനി അടുത്തതായിട്ട് കേരളത്തിലെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സാണ്. ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ വർഷം വരെ LBS സെന്റർ വഴിയായിരുന്നു കേരളത്തിലെ ഗവൺമെന്റ് കോളേജസിലേക്കും അതേപോലെ എയ്ഡഡ് കോളേജസിലേക്കുമുള്ള അഡ്മിഷൻ നടന്നിരുന്നത്. പക്ഷേ ഈ കൊല്ലം മുതൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അഡ്മിഷൻ നടത്താൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് ആ ഒരു ന്യൂസ് എത്തിക്കുന്നതായിരിക്കും. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുമുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ കിട്ടുന്ന അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിൽ കൃത്യമായിട്ട് എക്സാം എഴുതാനായിട്ടും അതിന് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ നീറ്റ് സ്കോർ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അത് ഒരു സ്കോർ വന്നതിന് ശേഷം കൃത്യമായിട്ടത് ആ ഒരു സൈറ്റിൽ കയറി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.